എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. തന്നിരിക്കുന്ന 2 ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിലെ ആ വിഷമം, നിങ്ങളെ കുറേ നാളുകളായിട്ട് അലട്ടുന്ന ആ വിഷമം എന്ന് മാറുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ കുറച്ച് നാളായിട്ട് ആ വിഷമം കിടക്കുകയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ മൂങ്ങ എന്ന ആദ്യത്തെ ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. മനസ്സിൽ എത്ര കാലമായി ആ ദുഃഖം പേറി നടക്കുന്നു. ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ആ ദുഃഖം നിങ്ങളെ ബാധിച്ചതാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ഒതുങ്ങിക്കൂടി ജീവിച്ചു പോരുന്നൊരു വ്യക്തിത്വമാണ്. തൻ്റെ ബുദ്ധിമുട്ടുകളും തൻ്റെ നിരാശകളും തനിക്ക് ദൈവം തന്ന വിധിയും സഹിച്ച് അതിനോട് സമരസപ്പെട്ട് ജീവിച്ചു പോവുകയാണ്. കൃത്യമായ പ്രാർത്ഥനകൾ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ശക്തി എന്നെ ഈ ദുരിതക്കയത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞാൻ എത്ര കാലമായി ഇത് അനുഭവിക്കുന്നു. എൻ്റെ ജീവിതത്തിലും എനിക്കും ഒരു മേൽക്കയറ്റം, ഒരു മേൽഗതി വേണ്ടേ. ഞാൻ അനുഭവിക്കുന്ന ഈ ദുഃഖത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ ശക്തി കേൾക്കുന്നില്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ ശക്തി എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചതിനേക്കാളും മികച്ച രീതിയിൽ നിങ്ങളുടെ ശക്തി നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. പരീക്ഷണഘട്ടങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി നൽകുന്ന ആ അനുഗ്രഹങ്ങളും സമൃദ്ധിയും ഭൗതിക നേട്ടങ്ങളും വരികയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സ് വിഷമിക്കാതെ നിൽക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖം കൃത്യമായി നിങ്ങളുടെ ശക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആശിക്കുന്ന കാര്യം നേടുവാൻ യോഗ്യതയുമുണ്ട്. നിങ്ങളെ അതിനെ സജ്ജമാക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായ കുറേ തെറ്റുകൾ, നിങ്ങൾക്ക് ഉള്ള ചില പക്വതക്കുറവുകൾ, പരിചയക്കുറവുകൾ അതെല്ലാം മാറ്റി നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും നിർണായകമായ ചില മുന്നേറ്റങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ശക്തി കൊണ്ടുപോകും. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് സംഭവിച്ച ചില നഷ്ടങ്ങളും ആ വ്യക്തി നിങ്ങൾക്ക് സമ്മാനിച്ച ദുഃഖങ്ങളും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആർക്ക് വേണ്ടിയാണോ നിലകൊണ്ടത് അവർക്ക് പറ്റിയ ചില നഷ്ടങ്ങളും നിങ്ങളെ ദുഃഖിപ്പിച്ചു. നിങ്ങളുടേത് മാത്രമായി ഇന്ന് വരെ ഒരു ദുഃഖവും ഒരു സന്തോഷവും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ ദുഃഖം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ ദുഃഖങ്ങൾ എല്ലാം മാറി കൃത്യമായി അവരുടെ ഒരു നന്മയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വരൻ്റെ മുമ്പിൽ നിങ്ങൾ അർപ്പിച്ച പ്രാർത്ഥനകളും കരഞ്ഞ് പ്രാർത്ഥിച്ച കണ്ണുനീരുകളും ഒരിക്കലും വൃഥാവിലാകില്ല. നിങ്ങളുടെ ശക്തി ഏതാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിങ്ങൾ തുടർന്നും വിശ്വസിച്ചു കൊള്ളുക. കാരണം ആ ശക്തി നിങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹം നൽകാൻ പോവുകയാണ്. പരീക്ഷണഘട്ടങ്ങൾ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിൽ നിൽക്കുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഒരു ഊർജ്ജമായി പടർന്നു കയറും. നിങ്ങൾ വിചാരിച്ച് നഷ്ടം മാത്രമേ എനിക്കുണ്ടാകുകയുള്ളൂ, എൻ്റെ ശക്തി തിരിഞ്ഞു നോക്കുന്നില്ല, എൻ്റെ ദുഃഖങ്ങൾ എന്ന് മാറും എന്നുള്ള ഒരു ജീവിതത്തിലൊരു നിരാശയിൽ നിങ്ങൾ നിൽക്കുന്നു. നിങ്ങൾക്ക് ശക്തി നിങ്ങളെ സഹായിക്കുന്ന തലത്തിലേക്ക് വരികയാണ്. ആ ശക്തിയുടെ ദിവ്യമായ ശക്തിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും. ദുഃഖം മാറിക്കഴിഞ്ഞു എന്ന് കരുതുക. ഇനി സന്തോഷത്തിലേക്കും നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി ലഭിക്കുന്നതിലേക്കും നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ആരെയും ഉപദ്രവിക്കാതെ ഒതുങ്ങിക്കൂടിയ നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ചിന്തയും നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ നിങ്ങളെ രക്ഷിക്കും. സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. മനസ്സ് ഇനി വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോവുക. വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് റോസാ പുഷ്പം ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങാണ് പറയുന്നത്. തീർച്ചയായിട്ടും പ്രണയസംബന്ധിയായൊരു ദുഃഖം, ഒരു വ്യക്തിയെ സ്നേഹിച്ചതിൻ്റെ പേരിലുള്ള ദുഃഖം ഏറ്റവും മാന്യമായി ആ വ്യക്തിയെ കണക്കാക്കുകയും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് നിങ്ങൾ പറയുകയും കാണുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്തൊരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയ ഒരു
ദുരനുഭവം നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തി. നിങ്ങൾ ആ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ നിങ്ങൾക്ക് കഴിയാതെ വന്നിരിക്കുന്നു. ആ വ്യക്തി ചെയ്തതിൽ നിങ്ങൾക്കുണ്ടായ നഷ്ടത്തെക്കാളുപരി ആത്മാർത്ഥമായി സ്നേഹിച്ച ആ വ്യക്തി എന്തുകൊണ്ട് എന്നെ വഞ്ചിച്ചു, എന്തുകൊണ്ട് എന്നെ ഉപദ്രവിച്ചു, എങ്ങനെ മനസ്സ് വന്നു? എൻ്റെ ഹൃദയത്തിലും എല്ലാം ഞാൻ ആ വ്യക്തിക്ക് നൽകി. എനിക്ക് ആ വ്യക്തിയോടുള്ള ആഭിമുഖ്യവും സ്നേഹവും ഒരുപോലെയായിരുന്നു. ഞാൻ ആ വ്യക്തിയോട് എന്ത് സംസാരിച്ചുവോ എന്ത് പറഞ്ഞുവോ അതുതന്നെയായിരുന്നു എൻ്റെ മനസ്സ്. അതിൽ ഒന്നും നിങ്ങൾ മറച്ചു വച്ചിട്ടില്ല. നിങ്ങളെ എന്തുകൊണ്ട് ആ വ്യക്തി ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്. അത് ചില ആളുകൾ, ആ വ്യക്തിയുമായി ഒരുമിച്ചുള്ള ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കയറി കൂടുകയും നിങ്ങൾ ആദ്യഘട്ടത്തിൽ അവരെ വിശ്വസിക്കുകയും അവർ നിങ്ങളെ വഞ്ചിക്കുകയുമായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളും അവരും തമ്മിലുള്ള ഇഷ്ടവും പ്രണയവും നിങ്ങൾക്ക് ആ വ്യക്തി നൽകുന്ന കെയറിങ്ങും ഒന്നും അവർക്കിഷ്ടമല്ലായിരുന്നു. അവർ അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ നിങ്ങൾക്കതറിയാൻ കഴിഞ്ഞില്ല. ശുദ്ധഗതിയിൽ മുന്നോട്ട് പോയ നിങ്ങളെ അവർ വഞ്ചിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ ഇനി അവരുടെ കളികൾ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ഇടയിൽ നടക്കില്ല. ആ വ്യക്തിക്ക് തീരുമാനം സ്വന്തമായി എടുക്കാനുള്ള ഒരു ആർജവം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ആളുകൾക്കൊന്നും അവിടെ ഒരു റോളും ഒരു സ്ഥാനവും ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും അവർക്ക് അനുകൂലമായി ചില തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്നു. അത് നിങ്ങളെ മാനസികമായിട്ട് വല്ലാതെ തളർത്തുന്നുണ്ട്. മാനസികമായിട്ട് നിങ്ങളെ ഒരുപാട് ദുഃഖിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ഒരു മുഖ്യ കാരണവുമാണ്. നിങ്ങളുടെ യഥാർത്ഥ സ്ഥിതി, നിങ്ങളുടെ മനസ്സും അറിയാൻ ആ വ്യക്തി ശ്രമിക്കുന്നില്ല. ആ വ്യക്തി അവർ പറയുന്ന നുണകളും അവർ പറയുന്ന കിംവദന്തികളും വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് എതിരാകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ മുന്നോട്ട് വച്ച ഇഷ്ടം, സ്നേഹം, നന്മ ഇതൊന്നും ആ വ്യക്തിക്ക് കാണാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അവർ കാണാൻ ആ വ്യക്തി അനുവദിക്കുന്നില്ല. ആ വ്യക്തിയെ അവർ ഒരു ഹൈജാക്ക് ചെയ്ത് വെച്ച പോലെ തോന്നുന്നു. പക്ഷേ ഉടൻ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ആരൊക്കെയാണോ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് അവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാകുകയും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയും എല്ലാ തെറ്റിദ്ധാരണകളും മാറി വെന്തുരുകി ഒരു മനസ്സുമായിട്ട്, പശ്ചാത്തപിക്കുന്ന മനസ്സുമായിട്ട് കുറ്റബോധത്താൽ നിങ്ങളെ സമീപിക്കും. നിങ്ങൾ ആ വ്യക്തിക്ക് മാപ്പ് കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുക. ശത്രുവിൻ്റെ ഒരു കളിയും ഇനി നടക്കില്ല. നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ അപ്പാടെ മാറി മറിഞ്ഞു പോകും. ആ സ്ഥാനത്ത് പ്രതീക്ഷയും നന്മയും സമൃദ്ധിയും വരും. നിങ്ങളും ആ വ്യക്തിയും ചേർന്ന് ഒരുമിച്ച് മുന്നോട്ട് പോയി ജീവിതത്തിൽ ഓരോ വിജയങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലുള്ള ദുഃഖം ഉടൻ മാറും, അതിലൊരു സംശയവുമില്ല. പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന കരുത്ത്, നിങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായ ജന്മമാണ്, അപൂർവങ്ങളിൽ അപൂർവമായ ഈശ്വര ചൈതന്യമുള്ള അനുഗ്രഹമുള്ള വ്യക്തിയാണ്. നിരാശകൾ, ദുഃഖങ്ങൾ ഈശ്വരൻ നൽകിയത് പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ മാറി യഥാർത്ഥ സൗഖ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ആശിക്കുന്നത് എന്തും നേടും. നിരാശ മാറ്റുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.